സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ അതിനൊപ്പം സ്പെഷ്യൽ സ്കൂൾ കലോത്സവവും നടത്താൻ ആലോചനയുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. സാധ്യമായാൽ അടുത്ത വർഷം മുതൽ തന്നെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവവും സംസ്ഥാന കലാമേളയ്ക്കൊപ്പം നടത്തുന്നത് ആലോചനയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപക സംഘടനകളുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കാനുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത വർഷം മുതൽ സ്പെഷ്യൽ സ്കൂൾ കലോത്സവവും നമ്മളെ സ്കൂൾ കായിക കലാമേളയോടൊപ്പം തന്നെ നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ നടത്തി വരികയാണ്. അധ്യാപക സംഘടനകളുമായും അതുപോലെ തന്നെ അതിൽ നിയമപരമായ ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മാത്രം പ്രത്യേകിച്ച് നടത്തേണ്ട കാര്യമില്ല. സ്കൂൾ കലാമേള എന്ന് പറയുമ്പോൾ ഏതാണ്ട് 14,000-ഓളം വരുന്ന കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന മേളയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേളയാണ്. അത് തുടങ്ങുന്നത് സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ കലാമേളയോടുകൂടി ആരംഭിക്കണം എന്നുള്ള നിലയിൽ ഉള്ള കാര്യമാണ് ആലോചിച്ച് വരുന്നത്. അതോടൊപ്പം കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാനായി ഭിന്നശേഷി വിദ്യാർത്ഥികളെ തയ്യാറാക്കി വേദിയിലെത്തിക്കുന്ന രക്ഷിതാക്കളെയും അധ്യാപകരെയും മന്ത്രി അഭിനന്ദിച്ചു. അപ്പോൾ അതുകൊണ്ട് മാത്രമേ നമ്മൾ ഭിന്നശേഷി കുട്ടികൾക്ക് എല്ലാവിധ സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കായിക രംഗത്ത് പ്രവൃത്തിയിലൂടെ കാണിച്ചതാണ്. ദേശീയ അടിസ്ഥാനത്തിലും സർവ്വദേശീയ അടിസ്ഥാനത്തിലും അതിന് വലിയ അംഗീകാരം ലഭിച്ചതാണ്. അവരെ രക്ഷകർത്താക്കൾക്കും ആ സ്കൂളിലെ കുട്ടികൾക്കുമൊക്കെ തന്നെ വലിയ ആഹ്ലാദമായി. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരും ഒക്കെ ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. 3 ദിവസങ്ങളിലായി തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സന്ദർശിക്കാനെത്തിയതായിരുന്നു മന്ത്രി ശിവൻകുട്ടി. 106 ഇടങ്ങളിലായി 3200-ലധികം കുട്ടികളാണ് തിരൂരിൽ നടക്കുന്ന സ്പെഷ്യൽ സ്കൂൾ കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത്. വിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പിലെ 50ഓളം വരുന്ന ഉദ്യോഗസ്ഥർ കലോത്സവ നഗരിയിൽ സജീവമാണ്. ഈ ചാനൽ ന്യൂസ് തിരൂർ. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.